കേൾക്കുന്നുണ്ട്. എടി നീ എവിടാ? ഹലോ എടി, ഞാൻ ജോടെ ഫ്ലാറ്റിലേക്ക് വന്നേക്കാം. സാറാ നീ എന്ത് ഉദ്ദേശിച്ച? 2 ദിവസം കഴിഞ്ഞ് എന്റെ കല്യാണമാണ്. അതിന്റെ ഇടയ്ക്കുള്ള മറ്റവനെ കാണാൻ പോയിക്കണം. എടി, നീ ഇത് എന്തൊക്കെയായി പറയണേ? ഞാനേ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അതെടുക്കാൻ വന്നയാ. പിന്നെ അവനെ ഒന്ന് കല്യാണവും വിളിക്കണ്ടേ? എന്റെ പൊന്ന് സാറാ, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാവും. നീ ഇങ്ങനെ കല്യാണം വിളിച്ചോണ്ട് നടന്നോ? ആ ചെറുക്കനും വീട്ടുകാരൊന്നും ഇത് അറിയണ്ട. ഇല്ലടി, ഞാൻ അമ്മയോട് ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണേ. നിന്നെ വിളിക്കുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. മാക്സിമം 1 അവർ അതിനുള്ള അവിടെ നിന്ന് ഇറങ്ങിക്കോണം. അല്ലാതെ അവന്റെ സെന്റിയടിയായിട്ട് ബേബി കളിക്കാനൊന്നും നിൽക്കരുത്. നീ ഒന്ന് വച്ചേ. ഞാൻ എൻ്റെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളും എടുക്കാൻ വന്നയാ. സാറാ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് വേണ്ടടാ. അല്ലെങ്കിൽ ഞാൻ ചായ എടുക്കാം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞിൻ കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞിൻ കാലത്തെ സ്നേഹതീരം. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നോ. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നോ. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നോ. ജോ, നീ നിർത്തിയോ? എന്ത് രസാ, ഒന്നുകൂടെ പാടണം. ഇതങ്ങനെ എപ്പോഴും പാടാൻ പറ്റിയ പാട്ടല്ല, ഇതേ മിസ്സിങ് സോങ്ങാ. അതിനെന്താ? അതിനെന്താ, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നില്ല. ഞാൻ നിന്നെ മിസ് ചെയ്യുമ്പോൾ പാടിക്കോളാം കേട്ടോ. ഓ ആയിക്കോട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. ഓ, ഒരു വിഷയമില്ലേ? അതെന്താ ജോ, ശ്ശെ, ജോ വിട്ടെ. നിനക്ക് പാടാൻ കഴിയില്ല, നീ പാടണ്ട. വിട്ടെ ജോ. സാറാ, ചായ.
എന്താ ജോ? തുറന്നു നോക്ക്, ഹൈദരാബാദ് സ്പെഷ്യലാ. കൊള്ളാലോ, ഓഫറിന് കിട്ടിയതാ. അതെന്തേ? അല്ലാതെ ഞാൻ ഒന്നും വാങ്ങി തരാറില്ലേ? എന്താ മോനെ, റൊമാൻസ് ആണോ? അതെന്തേ? എനിക്ക് റൊമാൻസ് പറ്റൂല? ആ പറ്റുമല്ലോ. അതുകൊണ്ടാണല്ലോ വീട്ടുകാരറിയാണ്ട് 1.5 കൊല്ലമായിട്ട് മോൻ്റെ കൂടെ ലിവിങ് കളിച്ച് നടക്കണേ. അതുകൊണ്ട് മോൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല. പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവാം. അങ്ങനെ ഇപ്പൊ പോണില്ലെങ്കിലോ? അതെന്താ? പോണില്ല. നീയേ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാ. അതാരാ പറഞ്ഞ? ഞാൻ പറഞ്ഞു. നീ എൻ്റെ റൊമാൻസ് കണ്ടിട്ടില്ല? ഇല്ല. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല. എന്നിപ്പോൾ കാണിച്ചു തരാം. ആ നമ്മളിവിടെ വെച്ചാണല്ലേ വഴക്കിട്ട് പിരിഞ്ഞത്. പഴയൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. അതൊക്കെ എന്നെ വല്ലാതെ ട്രിഗർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. സാറാ, ഞാനിവിടുന്ന് മാറിയാലോന്ന് ആലോചിക്കാം. ഈ ഒറ്റപ്പെടലും ഓർമ്മകളൊക്കെ വല്ലാത്തൊരു പോയ്സനാണല്ലേ. ഞാൻ പോലും അറിയാതെ എന്നെ തന്നെ ഇല്ലാതാക്കുന്നൊരു പോയ്സൺ. അതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, അറിയായിരിക്കും, ഡിപ്രഷൻ. ഈ കുറ്റബോധം ഉണ്ടല്ലോ, മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നു ഒരു പിടുത്തമില്ല കേട്ടാ. പറഞ്ഞെന്നുള്ളൂ. ജോ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എടാ, നീ ആരെ കാണിക്കാൻ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നിൽക്കണേ? ദേ, നിർത്തിക്കോ. 2 ദിവസമായിട്ട് ഞാൻ ഇതും പറഞ്ഞ് നിന്റെ പുറകെ നടക്ക. എടാ, നീ എന്താ എന്നൊന്നും മനസ്സിലാക്കാത്തെ? എടാ, വീട്ടുകാരൊരു ആലോചന കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അത് ഒഴിവാക്കാൻ നോക്കുന്ന ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, പിന്നെ നിനക്കെന്താ? ഓ, അപ്പോഴും നോക്കാന്ന്. എന്റെ പൊന്നു ജോ, ഇങ്ങനെ ഒരു വാക്കി പിടിച്ച് തൂങ്ങാൻ നിൽക്കല്ലേ. നിന്റെ സംസാരം കേട്ടാ ഞാൻ എന്തോ അങ്ങേരുടെ കൂടെ പോയി കിടന്ന മാതിരിയാണല്ലോ. ഓ, ഒരാലോചന വന്നപ്പോ ഇങ്ങനെ. അപ്പൊ വേറെ വല്ലതും ആയിരുന്നെങ്കിൽ നീ എന്നെ കൊന്നു തിന്നേനല്ലോ. മതി, നിർത്ത്. ഇല്ലടാ, നിർത്തുന്നില്ല. എന്തൊക്കെ ഡയലോഗായിരുന്നു ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ കിട്ടിയാൽ നിനക്ക് എപ്പോൾ വേണേലും പോവാം, എന്ത് വേണേലും ചെയ്യാം. എന്നിട്ടെന്തേ ഇപ്പം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ദേ, ഈ ഡയലോഗ് അടിച്ചിട്ട് മാത്രം കാര്യമില്ല. നിനക്കപ്പോൾ പോണം, അത്രല്ലേ ഉള്ളൂ. ആടാ, അങ്ങനെയെങ്കിൽ നീ അങ്ങനെ എന്നെ കൂട്ടിക്കോ. നിനക്കതല്ലേ കേൾക്കേണ്ടത്. ദേ, ഒരുമാതിരി മുമ്പ് വർത്താനം പറയാൻ നിൽക്കല്ലോടാ. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഉളുപ്പില്ലേ ജോ? ഇല്ല, എനിക്കൊരു ഉടുപ്പില്ല. ആ, അല്ലെങ്കിൽ നിനക്ക് ഇത്ര ക്വാളിറ്റിയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്ത് ക്വാളിറ്റി? ഇപ്പൊ നിന്റെ ക്വാളിറ്റി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാ. അതുകൊണ്ടാ ഇത്രയൊക്കെ കേട്ടിട്ട് ഇപ്പോഴും ഇവിടെ നിൽക്കണേ. വേറെ ആരും നിൽക്കില്ല നിന്റെ നട്ടല്ലാത്ത വർത്താനം കേട്ടിട്ട്. നിർത്തണേ, കുറെ നേരെ അവളെ എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും പറ്റേ പോ.
എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായി, പക്ഷേ ദേ കുറച്ച് ലൂസാ. നിനക്കും കൂടെ കയറാനുള്ള സ്ഥലമുണ്ട്. മേയ്. അയ്യടാ, ഒരാഴ്ച കാണാണ്ടിരുന്നപ്പോൾ എന്താ റൊമാൻസ് വന്നോ? നീയല്ലേ പറഞ്ഞ ഞാൻ അൺറൊമാൻറ്റിക് മൂവി വെച്ചാൽ എൻ്റെ റൊമാൻസ് കണ്ടേ, വല്ല പ്രശ്നമുണ്ടോ? ഒരു വിഷയമില്ല. ആണോ? ഈ സാറ്റർഡേ എൻ്റെ കല്യാണം. നീ വരണമെന്നോ വരണമെന്നോ ഞാൻ പറയില്ല. സാറാ, എനിക്കൊരു ഹഗ് തരാമോ? വേണ്ട ജോ, എങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. വിട് ജോ, വിട്. സോറി സാറാ, സോറി. എന്നെ വിട്ട് പോവാതിരുന്നൂടെ? എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ സമയമൊക്കെ കഴിഞ്ഞു പോയടാ. വിട്. ഞാനൊരു സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ നമുക്കിടയിൽ ഉണ്ടായിരുന്നു? അല്ല ജോ, ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട മാക്സിമം സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ ചെയ്തു കഴിഞ്ഞു. അതിനൊരു സോറിയുടെ ത്രാസിൽ വെച്ചളക്കാൻ ഞാനില്ല. അതും ഒരുപാട് സ്നേഹിച്ച നിന്റെ കാര്യത്തിൽ. നിനക്കൊരു കാര്യം അറിയോ ജോ, നമ്മൾ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങി പോകുമ്പോൾ അവരിൽ നിന്നുണ്ടാവുന്ന വേദനയുടെ ആഴവും പരപ്പും വലുതായിരിക്കും. വലുതായിരുന്നു, ഒത്തിരി വലുതായിരുന്നു. സാറാ, സാറാ, ഞാൻ പറയണമെന്ന് കേൾക്കും. ഇനി എന്ത് കേൾക്കാനാ ജോ? നമുക്കെവിടെ തെറ്റുപറ്റിയെന്നറിയോ? നീയും ഞാനും ഒന്നിടത്തുനിന്ന് നമ്മളായി മാറിപ്പോയി. അവിടെ ശരിക്കും സ്വാർത്ഥതയും പരിഭവങ്ങളും തുടങ്ങിയത്. ഞാനും നീയും ആയിരുന്നപ്പോൾ പരിഭവങ്ങളില്ല, പകരം പ്രണയമായിരുന്നു. ശരിയാടാ, പരസ്പരം ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോയി. എനിക്കെന്ത് പറ്റിയെന്നറിയില്ല. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ വൃത്തികെട്ട ഈഗോയും. അതിനെപ്പറ്റിയൊന്നും നിന്നെ പറയണ്ട ജോ. കഴിഞ്ഞ 5 മാസമായിട്ട് നിന്റെ കൺഫെഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു മെസ്സേജ് അയക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ 5 മാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളിലും എങ്ങനെ എൻ്റെ വീട്ടുകാരെന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നതെന്ന്. അവരെ പറ്റിച്ച കഴിഞ്ഞ 1.5 വർഷം ഞാൻ നിനക്കൊപ്പം ജീവിച്ച. ഇനി അതൊന്നും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല ജോ. കാണുന്നവർ ചിലപ്പോൾ എന്നെ തേപ്പുകാരിന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാലോ. ഞാൻ പോവാ ജോ, ഞാൻ പോവാ.
സാറാ, നീ പോകുന്നതിന് എനിക്ക് വിഷമില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കള്ളായിരിക്കും. കൊഴിയായിതളെ കനലാം വെയിലിൽ മുറിവാലടരും ഇനിയാ നിമിഷം നെഞ്ചിലെ കാതലിൽ മാഞ്ഞുവോ മത്സരി വിങ്ങുമീ സന്ധ്യതൻ യാത്രയാ നെഞ്ചിലെ കാതലിൽ മാഞ്ഞുവോ മത്സരി ഉള്ളിലെ നൊമ്പരം കാലമേ തന്നു നീ ഹൃദം പ്രേമഹരം ആത്മവദാ ഹൃദം പ്രേമഹരം ആത്മവദാ കൊഴിയണ തിരിതാരം ചൊല്ലി അവളുടെ തുടി കണ്ണീരൊപ്പാൻ അലയണു മുകിലാഴം തേടി കടലറിയാതകലെ തനിയെ കൊഴിയണ തിരിതാരം ചൊല്ലി അവളുടെ തുടി കണ്ണീരൊപ്പാൻ അലയണു മുകിലാഴം തേടി കടലറിയാതകലെ തനിയെ എന്നിലിണയായി പപ്പയമ്മയും കൂടെ അമ്മാമ്മേനെ കൊണ്ടുവരാൻ പോയേക്കാം. നീയേ ആ ബ്ലൗസ് അടിച്ചത് പോയി മേടിക്കൂ കേട്ടോ. ആ പിന്നെ 12 മണിക്കാർ വരാണേലേ അലമാരിയിലിരിക്കുന്ന കാശ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ പോവാ? കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. നാളെ തൊട്ട് ഇനിയിപ്പോൾ എല്ലാവരും വന്നു തുടങ്ങില്ലേ. ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, ഒട്ടും ഓക്കെ അല്ലാത്ത പോലെ. എന്നാ ശരി, ഞാൻ പോവാ. ആ ചേച്ചി ഇതെവിടാ? ഞാൻ വന്നോണ്ടിരിക്കുക, ഇപ്പൊ എത്തും. ഇവിടെ ഒരാൾ വന്നപ്പോ തൊട്ടൊന്നും മിണ്ടാണ്ട് റൂമിലിരിപ്പുണ്ട്. ഞാനും കൂടെ വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ചേച്ചി എത്തുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ ആ ജംഗ്ഷനിലുണ്ടാവും. ശരിയടാ. ഡി
നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞല്ലേ ഇറങ്ങുമ്പോൾ വിളിക്കണമെന്ന്. എന്തേലും ഒന്ന് പറ. ആ എടാ എനിക്കൊരു ചായ ഇട്ട് തരാമോ? ആ ചേച്ചി. എടി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞു ഇരുന്ന് വീട്ടുകാരും കൂടെ അറിയിച്ച് അവർക്കും കൂടെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. നീ നിൻ്റെ അമ്മ വിളിക്കണു. ഒന്ന് കോൾ എടുക്ക്. ഹലോ. ആ മോളെ, നീ എത്തിയോ? ആ കുറച്ച് നേരമായമ്മേ. ഇവിടെ നല്ല മഴയാട്ടോ. ഞങ്ങളെ നാളെ രാവിലെ വരുള്ളൂ. വാതിലൊക്കെ അടച്ചിട്ടിട്ട് കിടക്കണേ. ആ അമ്മ, ഞാൻ ശ്രുതിയാ. ആ മോളുണ്ടോ? ആ അമ്മ, ഞാൻ അവളുടെ കൂടെ ഇങ്ങ് പോകുന്നു. അവിടെ. ഇവിടെ പേടിക്കാനൊന്നുമില്ല. എന്നാ ശരി മോളെ, ഞങ്ങൾ നാളെ രാവിലെ തന്നെ അങ്ങ് എത്തിക്കോളാം. ഓക്കെ അമ്മ, അപ്പോൾ വന്നിട്ട് കാണാം. ശരി. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ടൊന്ന് പോയി കുളിക്കാൻ നോക്കിയേ, എന്നിട്ടാണ് എനിക്ക് വിളിക്കാൻ. വന്നേ സെറ, വാ. പറയുന്നൊന്ന് കേക്ക്. വന്നേ. നടക്കടി അങ്ങോട്ട്. പോട്ടെ പോട്ടെ. എടി, നീ ഓക്കെ അല്ലേ? എടി, എന്നെ കൊണ്ട് പറ്റാനില്ല. അവനെ കാണുന്നിടം വരെ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. എടി, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ആയിരിക്കും. പക്ഷെ ഇതിനു മുന്നേ ഒരിക്കലും അവനെത്ര ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ശ്രുതി. നീ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതിലും മോശം അവസ്ഥയിൽ ഒരു തവണ അവൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കുറേ നേരമായിട്ടും അവൻ പോകണ്ടായപ്പോൾ ഞാനൊന്ന് പോയി കണ്ടു. ഒരുമാതിരി സിനിമയിലൊക്കെ കാണുന്ന പോലെ താടി മുടി വളർത്തി, മൂക്കറ്റം കള്ളും കുടിച്ച്, ഒരു മുഷിഞ്ഞ ഡ്രസ്സും ഇട്ട്. എന്താ ഇപ്പം പറയാ? നിന്നെ നേരിട്ട് കാണാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാ നിന്നെ കാണാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കാത്തതെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എണ്ണിപ്പെറുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ ഇത് എന്നോട് പറയാണ്ടിരുന്നേ? ഞാൻ മനഃപൂർവ്വം പറയുന്നതാ. നീ ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ട് കല്യാണത്തിന് സമ്മതിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനെന്തിനാ നിന്നെ അത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? അതുമാത്രമല്ല, മുഖത്ത് തുപ്പിയവൻ്റെ വിഷമം വന്ന് പറയാനും എനിക്ക് തോന്നിയില്ല. ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. അപ്പോഴൊക്കെ വക്കാലത്ത് പറഞ്ഞ് ഞാൻ വന്നിട്ടില്ലേ? ഇതൊന്നും ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് ഇവിടം കൊണ്ട് തീരുന്നെങ്കിൽ തീരട്ടെ എന്നങ്ങ് ഞാൻ വിചാരിച്ചു. പിന്നെ മനുഷ്യർക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടുന്തോറും അത് തെറ്റിക്കാനുള്ള ടെൻഡൻസി കൂടും. സാരമില്ല, അതങ്ങ് പോയത് നന്നായി. നീ ഒന്ന് ആലോചിക്കാണ്ട് കിടന്നുറങ്ങാൻ നോക്കിയേ. കുറ്റബോധം ഉണ്ടല്ലോ. മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നു ഒരു പിടുത്തില്ല. ഈ കുറ്റബോധം ഉണ്ടല്ലോ മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നു.
എക്സ്ക്യൂസ് മീ മിസ്റ്റർ, ഞാൻ ഓർഡർ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. മോളെ കൊള്ളാലോ പരിപാടി. മുട്ടി നോക്കണോ? ആ മുട്ടി നോക്ക്, ഒട്ടിയാലോ? എന്തായാലും സർപ്രൈസ് ചെയ്യിച്ചല്ലേ, ഒന്നിരുന്ന് നോക്കാല്ലേ? എടി, പക്ഷെ അവൻ നോക്കുന്നില്ലല്ലോ. അതൊക്കെ നോക്കൂന്നേ, നീ ചെല്ല്. ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന മൊമെന്റ്സ് ഒന്നും അല്ല. ആ നിന്റെയൊക്കെ ഒരു ടൈം. എടി, ഉടുമ്പാവോ? അതൊന്നും ഒരു വിഷയമല്ലെന്നേ, നീ ചെല്ല്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, താനാണോ ഈ ഓർഡർ പ്ലേസ് ചെയ്തേ? കൊള്ളാല്ലേ? എന്ത്? അല്ല, ഡ്രിങ്ക്. ഇതിന് പിന്നിലെ ചേതോ വികാരം? ഹേയ്, ഒന്നുമില്ല. താനിത് ടേസ്റ്റ് ചെയ്തോ? നല്ല റൊമാൻറ്റിക് ഡ്രിങ്ക് അല്ലേ? അതെന്താ, ഇഷ്ടമായില്ലേ? കൊള്ളാം, റൊമാൻറ്റിക്കാ. ബൈ ദ ബൈ, ഐ ആം ജോ. സെറ. ഓ, താൻ ഈ കഫേയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? ആ, എന്താ വന്നൂടെ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ കുറേ കാലമായിട്ട് അബ്രോഡായിരുന്നു. റീസെൻ്റ്ലിയാണ് നാട്ടിൽ വന്നത്. മിക്ക ദിവസവും ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ടേ. താൻ ഭയങ്കര ക്യൂട്ടാട്ടോ. ഓ, ഡീസൻറ്റ് ഫ്ലർട്ടിങ്. എനിവേ, താങ്ക് യു സോ മച്ച്. ആ, അല്ല, ഇതിൻ്റെ ക്യാഷ് അപ്പോൾ ആര് പേ ചെയ്യും? താൻ പേ ചെയ്യോ? എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, യു അഗൈൻ ഫ്ലർട്ടിങ് മീ? എടി, അവൻ ഭയങ്കര ജാട ഇറക്കുവാണല്ലോ. ഇതിപ്പം നിന്നെ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. അതാ ഞാനും ആലോചിക്കുന്നത്. ഇതിപ്പോൾ ആരാ ചൂണ്ടിയേ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമ്മൾ ഇങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്തിട്ട് അവൻ മാന്യം കളിച്ചിരിക്കുന്നുണ്ടോ? പോട്ടെ മോളെ, സാരില്ല കേട്ടോ.
നമുക്ക് പോവാം. ബാ. ഡി, നീ ഇവിടെ നിൽക്കുവാണോ? നീ റെഡിയായോ? ആടി, ഇപ്പൊ തന്നെ കുറച്ച് ലൈറ്റായി. ഞാൻ ഇറങ്ങുവാണേ. രണ്ടും കൂടെ ട്രിപ്പൊക്കെ പോയിട്ട് എന്ന് വരാനാ പ്ലാൻ? അതൊന്നും പറയാൻ പറ്റില്ല മോളെ. ഗോ വിത്ത് ഫ്ലോ. ഫ്ലോ നിൽക്കാണ്ടിരുന്നാ മതി. ഷേ, നിനക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ? അയ്യടാ, മോള് പിന്നെ സുഹൃത്തജീവൻ ചൊല്ലാനാണല്ലോ പോണേ. അപ്പൊ എന്തായാലും പോയിട്ട് വരാം. മോളോടെ കുറച്ച് ദിവസം ബോറടിച്ചിരിക്കട്ടോ. ഞാൻ പോയി എൻജോയ് ചെയ്തിട്ട് വരാം. പോട്ടെ, ടാറ്റാ, ബൈ. ഒന്ന് ടെക്സ്റ്റ് ചെയ്താലോ? Hey man. ഇമോജി അയച്ച് കളിക്കുകയാണോ? അറിയുമോ? അറിയാലോ. ഇതെപ്പോ? തനിക്കെന്താടോ വായിൽ നാക്കില്ലേ? തനിക്കെന്താടോ വായിൽ നാക്കില്ലേ? എന്താ പരിപാടി? ഓ, ബോയ് എന്തിന്റെ ഫ്രണ്ട്? ബോയ് ഫ്രണ്ടുമായിട്ട് ട്രിപ്പ്. ചില്ലായിട്ടിരിക്കും. എന്ത് ചില്ല്? പിന്നെ 2 ചില്ല് ബിയറടിക്കുവാൻ. സ്റ്റോക്കില്ല. സ്റ്റോക്കിങ് ചെയ്യാൻ വരണോ? അയ്യോ വേണ്ടായേ. അതെന്താടോ, ഞാൻ പാവല്ലേ? ആ, അതുകൊണ്ടാ പേടി. ഇല്ലെന്ന്, ഞാൻ സീനൊന്നുമില്ല. ഓ, എന്നാലും വേണ്ട. ഡീസന്റ് ഫ്ലാറ്റേഴ്സിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഷടാ, ഞാൻ മിസ്ബിഹേവ് ചെയ്യില്ലെന്ന്. പ്രോമിസ്. ഓ, പ്രോമിസ് ഒക്കെ മനുഷ്യനെ എപ്പോൾ വേണമെങ്കിലും തെറ്റിക്കാമല്ലോ മാഷേ. അങ്ങനെയാണെങ്കിൽ ഞാൻ മിസ്ബിഹേവ് ചെയ്ത എൻ്റെ ഐഫോൺ തനിക്ക്, അതൊക്കെയാണോ? ആ, അത് വേർത്തായിട്ടുള്ളൊരു പ്രോമിസിങ് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ 2 ചിൽഡ് ബിയർ മേടിച്ചിങ്ങോട്ട് പോരെ. ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ആ, പിന്നെ പോക്കൃത്തനം കാണിച്ചാലേ റണ്ണൗട്ട് ആക്കിക്കളയും കേട്ടോ. ഓ, സെറ്റ് സെറ്റ്, ഞാനിപ്പോ വരാം. ആ, എവിടെ എത്തി? എന്നാ കയറി പോരെ.
പറഞ്ഞോ? അല്ല, കിച്ചണേ ഭയങ്കര ഹോട്ടാന്ന് പറഞ്ഞത്. ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഭയങ്കര സെറ്റപ്പിലാണല്ലോ. കൂട്ടുകാരുടെ ഫ്ലാറ്റാ. അപ്പോൾ ഈ മാസം സാലറി കാണത്തില്ല. അതെന്തു പറ്റി? അല്ല, പുതിയ ഐഫോൺ മേടിക്കേണ്ടി വരുമല്ലോ. അയ്യടാ മോനെ, ഇതളക്ക് എനിക്കിട്ടളക്കണം. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ശ്യാമാംബരമേഘവും പ്രേമാമൃത സന്ധ്യയിൽ ദാഹാമുഖരായി നാം ഇന്നും കാണുന്നൊരു മാത്രയിൽ അതരമധുര മുരളിയൊഴുകും ദേവാമൃദുരം പ്രണയകനികൾ നുരസിതരുമി കായ്കനിയാ വർണ്ണവിഭൂഷിതരായി ആലിംഗകരായി വാനം വിടരും കണ്ണുകളിൽ പിടയും വനമെന്നിൽ അരുതാ തോന്നലുമായി ഞാനും മരുവിൽ നിന്നുണരും ഒരു ശലഭങ്ങളും ഒരു പൂവിനുയിരിന്നൊരു പൂമ്പൊടിയായി മാറാം അഴകുള്ളൊരു ചിറകിന്മേൽ തഴുകുന്നൊരു കാറ്റായ പ്രണയ പറുദീസയിലേക്ക് കായ്കനിയാ നീരൊഴുകും തരളിതമായി മധുനുകരാ കായ്കനിയാ നീരൊഴുകും തരളിതമായി മധുനുകരാ പനിനീർ ചാലിക്കാൻ ഒരു കുമ്പിളി പാനീയ രുചിയാകെ പ്രണയക്കൂട്ടിൽ എടോ, ഇതെങ്ങനെ ഇവിടെ? ഞാനുണ്ടാക്കി. റിയലി? ആ, അപ്പോൾ ആ കഫേ? അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഇടോ. ഞാനവിടെ ഇടയ്ക്ക് പോവാറുണ്ട്, പുതിയ ഡ്രിങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എടോ, ഇത് ശരിക്കും അടിപൊളിയാ. ഞാൻ പിന്നെ അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. താങ്ക് യു. താൻ കഴിക്കടോ.
എടോ നമ്മളൊരു കാര്യം മറന്നു, ബിയർ അടിച്ചില്ല. അതിനെന്താ, ഇപ്പൊ അടിക്കാമല്ലോ. ഓ സെറ്റ് സെറ്റേ. ജോ, എൻ്റെ റൂം കാണിച്ചു തരാം. ഓ നമുക്കൊക്കെ അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവോ? ചുമ്മാ നിന്ന് ഡയലോഗ് അടിക്കേണ്ട പാടും. കൊള്ളാം സെറ്റപ്പ്. ഇതാണ് എൻ്റെ കൊച്ചു സുന്ദര ലോകം. എങ്ങനെയുണ്ട്? വാവ്, നീറ്റ് ആൻഡ് ക്ലീൻ റൂം. ആ കുറച്ചെല്ലാം കൂടെ ഉള്ളൂടോ. പുതിയൊരു ഹോസ്റ്റലായിട്ട് അങ്ങോട്ട് മാറും. അതെന്താടോ കൂട്ടുകാർ തന്നെ പിടിച്ച് ഇറക്കി വിടുവോ? അല്ലടോ, അവളുടെ അമ്മയും പപ്പയൊക്കെ വരുന്നുണ്ട്. സോ കിടപ്പാടം പോയി. ഓ അങ്ങനെ. ജോ, താനെന്താടോ ഇങ്ങനെ വടി വിഴുങ്ങിയല്ലോ നിൽക്കണേ? വന്നിരിക്കേ. എന്തേലും മിണ്ടടോ. അല്ലെങ്കിലേ താനിങ്ങ വാ, ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ജോ, ഇതുണ്ടോ? കൊള്ളാം. തൊട്ടൊരു മുന്തന്നലിനെ കട്ടെടുത്തതാരം, നെറ്റിമേലെ മുത്തമിട്ട് തൊട്ടുണർത്തിയാലോ, കണ്ണിനുള്ളിൽ കാത്തു വെച്ച് സ്വപ്ന നിറവാണോ. ഈ മുത്തു കൊള്ളാലോ. അത് ഞാൻ ഉണ്ടാക്കിയതാ. ഓ കലാക്ക. ഏയ് ഡോണ്ട് സേറാ, താൻ റിലീജിയസിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലടോ, ഞാൻ ഇമോഷണലാണ് വിശ്വസിക്കണേ. മനസ്സിലായില്ല. എന്ന് വെച്ചാ സന്തോഷം വന്നാൽ ചിരിക്കും. ഓ അപ്പോൾ സങ്കടം വന്നല്ലോ? ഓഫ് കോഴ്സ് കരയും. ലാസ്റ്റ് എക്സ്പ്രസ് ചെയ്യും. കുഴപ്പാവോ? സാറാ, താൻ നേരത്തെ പറഞ്ഞത് സത്യമാണോ? എന്ത്? താൻ ഇമോഷൻസിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? അതേടോ. എന്നാലേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നു.
അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ അവളോട് ചേരും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ മൃദുപാണിയൊഴിയും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ അവളോട് ചേരും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ പാതിരയോ പകലോ ആരാരും അറിയാനേരം നീ ചുണ്ടിലേ മധുതേനുകരാൻ അലയും നേരം ഒരു താരാട്ടായി നീ കെട്ടിമേലെ മുത്തമിട്ട് തൊട്ടുണർത്തിയാലോ കണ്ണിനുള്ളിൽ കാത്തുവെച്ച സ്വപ്നനിറവാണോ ഇവനോ തങ്കത്തിങ്കൾ മാനിൽ നിന്ന് വന്നതിന്തിനാണോ വണ്ണമായി പീലി നെത്തി വന്നതിവനാണോ മാലിവില്ല കണ്ണെറിഞ്ഞ് കണ്ടതിവനാണോ മൃദുപാണിയൊഴിയും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ അവളോട് ചേരും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ മഞ്ഞണിയും സന്ധ്യകളിൽ ഇരുമനമൊന്നായി വിരലൊഴിയേ നീർമണി പോൽ നേർത്തൊഴിയും കനവുകളോടെ നാം തനിയേ ഈ നേരം കാലം നോക്കാതെ ദൂരം തന്നാരോ നീയാം പരാവാരം നിന്മാറിലൊന്നു ചേരാനായി നെഞ്ചകം വിങ്ങുന്നേ ഈ നേരമെന്നിലൊന്നാകാൻ മോഹവും കൊള്ളുന്നേ നിന്മാറിലൊന്നു ചേരാനായി നെഞ്ചകം വിങ്ങുന്നേ ഈ നേരമെന്നിലൊന്നാകാൻ മോഹവും കൊള്ളുന്നേ പറയാതറിയാ കുറുകും പ്രാവേ തുരുമുത്തന്നലിനെ കെട്ടെടുത്തതാരോ കെട്ടിമേലെ മുത്തമിട്ട് തൊട്ടുണർത്തിയാലോ കണ്ണിനുള്ളിൽ കാത്തുവെച്ച സ്വപ്നനിറവാണോ ഇവനോ തങ്കത്തിങ്കൾ മാനിൽ നിന്ന് വന്നതെന്തിനാണോ വണ്ണമായി പീലി നെത്തി വന്നതിവനാണോ മാലിവില്ല കണ്ണെറിഞ്ഞ് കണ്ടതിവനാണോ മൃദുപാണിയൊഴിയും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ അവളോട് ചേരും അതര മധുര വശ്യ മനോഹര രാത്രിയിൽ നിന്മാറിൽ പാതിരയോ പകലോ ആരാരും അറിയാനേരം നീ ചുണ്ടിലേ മധുതേനുകരാൻ അലയും നേരം ഒരു താരാട്ടായി നീ കെട്ടിയെടുത്തതാരോ കെട്ടിമേലെ മുത്തമിട്ട് തൊട്ടുണർത്തിയാലോ കണ്ണിനുള്ളിൽ കാത്തുവെച്ച സ്വപ്നനിറവാണോ ഇവനോ മാനിൽ നിന്ന് വന്നതെന്തിനാണോ വണ്ണമായി പീലി നെത്തി വന്നതിവനാണോ മാലിവില്ല കണ്ണെറിഞ്ഞ് കണ്ടതിവനാണോ കെട്ടിയെടുത്തതാരോ കെട്ടിമേലെ മുത്തമിട്ട് തൊട്ടുണർത്തിയാലോ
സാറാ, തനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ലേ? ഈ റിലേഷൻഷിപ്പൊക്കെ ഭയങ്കര ടാസ്ക്കാണോ. ഫുൾ കമ്മിറ്റ്മെൻറ്റ്സും ട്രസ്റ്റ് ഇഷ്യൂസും എല്ലാം കൂടെ ഒരു സഫോക്കേഷൻ പോലെ. നമുക്കിതേ ഈ വെള്ളം പോലെ സ്വതന്ത്രമായിട്ട് ഒഴുകി ഒഴുകി ചില്ലടിച്ച് വൈബായിട്ട് നടക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് തനിക്ക് ഇതുവരെ ഒരു ഹാർഡ് കോർ കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നാലേ? അത് നിനക്ക് കുറച്ച് മുന്നേ മനസ്സിലായില്ലേ? അത് മാത്രമല്ല ജോ, നിന്നെ പോലെ സർപ്രൈസിങ് ആയിട്ടുള്ള ആരെയും ഞാനിതുവരെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. സർപ്രൈസിങ്? ഞാനോ? പിന്നല്ല, ഞാൻ പോലും ഫ്രണ്ടിനെ വളച്ച് കളിച്ചില്ലേ. എന്ത് പറ്റി ജോ? ഞാനിപ്പോൾ വരാം. ആ കൈ ഇങ്ങ് നീട്ടിക്കാം. ഇതാ, ഞാൻ എൻ്റെ വാക്ക് വലിച്ചിട്ടോ. ആ, തുറന്നു നോക്ക്. Shall we be together forever? Shall we be together? ഒരു റിലേഷൻഷിപ്പിലാവാനുള്ള അത്ര അടുപ്പമൊന്നും നമ്മൾ തമ്മിലായിട്ടില്ല. പക്ഷേ താൻ കൊള്ളാം, ഫുള്ളി സർപ്രൈസിങ്ങാ. അതുകൊണ്ട് വിട്ട് കളഞ്ഞാൽ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഓ, അതുകൊണ്ടേ ആ, നമുക്കൊരു ലാപ്പ് ബോർഡ് നോക്കിയാലോ? നോക്കാം. ആ, പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണാവോ മാഡത്തിൻ്റെ കണ്ടീഷൻസ്? വല്ലപ്പോഴും വന്നെന്നെ സ്നേഹിച്ചേച്ച് പോണതിനോട് എനിക്ക് താല്പര്യമില്ല. എന്നാൽ പിന്നെ നമുക്ക് എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാം. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണല്ലോ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് കണ്ടീഷൻ, എനിക്ക് ഞാനായിരിക്കാനുള്ള ഫ്രീഡം വേണം. ഓക്കെ, നെക്സ്റ്റ്. എങ്ങാനും എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താ ഞാൻ എൻ്റെ പാട് നോക്കി പോവേ. സീസാറാ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വയ്ക്കാം. ഇനി അതല്ല, എന്നെയൊക്കെ നല്ല ബെറ്റർ ഓപ്ഷൻ കിട്ടിയാൽ ജസ്റ്റ് എന്നോട് പറഞ്ഞാൽ മതി. തനിക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ടാവും. വെസ്റ്റേൺ കൾച്ചറിൽ ജീവിച്ച എന്നോട് ഇതൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. പക്ഷേ ചിലതൊക്കെ പറഞ്ഞു പോകുന്നതാ നല്ലത്. സ്നേഹം ചിലപ്പോൾ ഒരു പരിധിക്കപ്പുറമായ ശത്രുതയായിട്ട് മാറിയാലോ. അതെയോ? പിന്നെ തൻ്റെ ഈ ലവ് ഹാൻഡിൽസ് ഉണ്ടല്ലോ, അത് പൊളിയാ. ആണോ? അത്രയ്ക്ക് അടിപൊളിയാ.
ചേച്ചി എന്താ പറ്റിയേ? എന്താ പറ്റിയേ? സാർ എന്താ പ്രശ്നം? എടി എനിക്ക് പറ്റുന്നില്ലടി, അവനിങ്ങനെ വിട്ടിട്ട് എനിക്ക് പറ്റുന്നില്ല. എടി നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കറിയില്ല എടി, ഞാൻ ഒത്തിരി സ്നേഹിച്ചല്ലേടി അവനെ, കുറെ നാളൊന്ന് ജീവിച്ചല്ലേ. അവനെ വിട്ടേച്ച് എങ്ങനെയാണ് ഞാൻ വേറൊരാളുടെ ലൈഫിലേക്ക് പോവുക? ചേച്ചി എന്താ പറഞ്ഞേ? ആരുടെ കൂടെ ജീവിച്ചു എന്ന്? സഭ നീ ഒന്ന് സമാധാനിക്കേ. ഇവര് കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരുമിച്ചായിരുന്നു. നീ ഇതിപ്പോ വീട്ടിലൊന്നും പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല കേട്ടോ. നമുക്കിത് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഇവളുടെ മൈൻഡ് നമുക്കൊന്ന് സെറ്റാക്കാം. വെറുതെ അല്ല, ആ ചേട്ടൻ എന്നെ 2-3 വട്ടം കാണാൻ വന്നിരുന്നെ. പക്ഷെ ഞാൻ കരുതിയത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് മാത്രം. എപ്പോഴാ നിന്നെ കാണാൻ വന്ന്? എന്നിട്ട് എന്നോട് എന്താ പറയാത്തെ? എല്ലാരും എന്നെ ഒളിപ്പിച്ചു വയ്ക്കായിരുന്നില്ലേ? ചേച്ചി, ഞാൻ പറയണമെന്ന് പലവട്ടം ആലോചിച്ച, പക്ഷെ ശ്രുതി ചേച്ചിയാ പറഞ്ഞ ആരോടും പറയണ്ടെന്ന്. ഇതാരിത്? എന്റെ മോനെ, ആ മുടിയും താടിയൊക്കെ പോയപ്പോ കുറച്ച് മനുഷ്യക്കോലെ. ഞാൻ ഇന്നലെ വന്നപ്പോ തൊട്ട് പറഞ്ഞല്ലേ, നീ ഇന്നെങ്കിലും കേട്ടല്ലോ. ചെന്ന് കുളിക്കാൻ നോക്കുജോ, ഇതേ തന്നെ നോക്കി നിൽക്കാതെ. ഇത് സഭ, സാറയുടെ സിസ്റ്ററാ. ജോ അകത്തുണ്ടോ? ആ, വരൂ. ഇരിക്ക്. എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അവള് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളോട്ട് ഓക്കെ അല്ല. ഇവിടെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ജോ, ഇവർക്ക് എന്തോ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. ഇരിക്കെ. ഞാൻ എത്ര തവണ നിങ്ങളെ കാണാൻ വന്നിട്ട്? അന്നൊന്നും എനിക്ക് പറയാനുള്ള കേൾക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടായില്ലല്ലോ. പിന്നെ ചേട്ടാ, സത്യമായിട്ടും നിങ്ങൾ ഇത്രയും വലിയൊരു ഡീപ്പ് റിലേഷൻഷിപ്പിലാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതാ ഞാനിന്ന് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത്. ചേച്ചി കുറേ നാളായിട്ട് ഇവിടെ ആയിരുന്നു എന്ന് പോലും ഞാൻ ഇന്നാ അറിയുന്നേ. പിന്നെ ചേട്ടൻ ഞങ്ങളെ കാണാൻ വന്നതോ സംസാരിച്ചതോ ഒന്നും ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതെല്ലാം കൂടി അറിഞ്ഞപ്പോൾ അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. സത്യത്തിൽ നിങ്ങളോട് 2 പേരോടും എന്ത് പറയണമെന്ന് കൂടി ഞങ്ങൾക്കറിയത്തില്ല. എന്ത് പറയാൻ?
ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും നിൻ്റെ ചേച്ചി ഹാപ്പി അല്ലേ? നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കും. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അല്ലേ ശ്രുതി? ജോ, നിങ്ങൾക്കിടയിലെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ സോൾവ് ചെയ്തിരുന്നത്. പക്ഷെ ഇതിലെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിക്കാതിരുന്നത്. എനിക്ക് ഞാരുടെ എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ ഇത് ഞങ്ങളുടെ സ്വാർത്ഥതയായിരിക്കുക. അറിയാലോ, എനിക്കെൻ്റെ കൂട്ടുകാരിയും ഇവക്ക് അവളുടെ ചേച്ചിയാ സാറ. നാളെ കഴിഞ്ഞ് അവളുടെ കല്യാണമാണ്. അവളാകെ ഡൗൺ ആയിരിക്കുക. നിന്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷെ അതിനർത്ഥം നിൻ്റെ കൂടെ അവൾ ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നീ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അവൾ സമാധാനത്തോടെ പുതിയൊരു ലൈഫിലേക്ക് പോയേനെ. കൂടുതൽ കുണയ്ക്കാനൊക്കെ അല്ലേ? എടാ, ഇവളുമാരുടെ വർത്താനം കേട്ടാൽ ഞാൻ അവിടെ ചെന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയ പോലെയാണല്ലോ. ഇറങ്ങി പോവാൻ പറ. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ആകെ നിങ്ങളിപ്പോൾ പൊക്കോ. ഈ വന്ന കാര്യം സേറയോട് പറയാൻ നിൽക്കണ്ട. എന്താണ് ജോ, എന്തിരിപ്പാടാ ഇത്? ഞാനേ വീട്ടിലോട്ട് പോവാ. എടാ ജോ, അവരോട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി നിൻ്റെ കയ്യിൽ നിന്ന് പോയതാന്ന്. അതാ പിന്നെ ഞാൻ ഒന്നും പറയാൻ. മതിയാക്കടാ. അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചല്ലേ. നമ്മളായിട്ട് എന്തിനാടാ സ്നേഹിച്ചൊരു വിഷമിപ്പിക്കുന്നത്? ഇപ്പം അവർ പറഞ്ഞാൽ കേട്ടില്ലേ, നിൻ്റെ ഈ മോശം അവസ്ഥ കണ്ടിട്ട് അവൾക്കൊരു പുതിയ ജീവിതത്തിലോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്ന്. അതിൻ്റെ അർത്ഥം അവൾ നിന്നെ സ്നേഹിച്ചു എന്നല്ലേ. പിന്നെ നിന്നെ തെറ്റ് പറയാൻ പറ്റില്ല. ബ്രേക്കപ്പിന് ശേഷം നീ ഇതുവരെ അവളെ ശല്യം ചെയ്തിട്ടുമില്ല. അത് നിൻ്റെ വലിയൊരു ക്വാളിറ്റിയാടാ. അതെന്താ നീ മനസ്സിലാക്കാത്തേ? നിൻ്റെ ജീവിതത്തിലല്ലേ അവൾ പോയിട്ടുള്ളൂ. മനസ്സിൽ നിന്ന് പോവോ? ബോധപൂർവം മറക്കാൻ ശ്രമിച്ചാൽ അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഓർമ്മകളെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി. എടാ, നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നണേ? ജോ, അവൾ ഇന്നലെ വിട്ടു പോയതല്ല നിന്നെ. അവൾ പോയിട്ട് 5 മാസമായി. അത് ഓർമ്മ വെച്ചോ നീ? എടാ, പൊട്ടിപ്പോയ വട്ടം എത്ര തിരികെ വേണമെന്നൊരു വാശി പിടിച്ചാലും അത് പോന്ന് നോക്കി നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അവൾ പോട്ടെടാ.
ദാ ആ ചേച്ചി റെഡിയായോ? ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആഹാ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യുക. മോളെ റെഡി ആയില്ലേ? എത്ര നേരമായി? ദേ ഇതും കൂടി മതി ദേ ഇതും കൂടി മതി പ്ലീസ് ശ്രുതി. പ്ലീസ് ഇതും കൂടെ. ഞാൻ ഇതുകൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ. ഹായ് സേറാ. സേറാ, നമ്മൾ ഒരുപാട് സ്നേഹിച്ചതല്ലേ? ഒരുപാട്. ഒടുക്കം നമ്മളിവിടെ തോറ്റുപോയി. സാഹിത്യം പറഞ്ഞല്ല കേട്ടോ, അൺറൊമാൻറ്റിക് മൂലാജിക്ക് ഇതൊക്കെ വഴങ്ങുന്നു നീയൊന്നും അറിയട്ടെ. നീ പണ്ട് പറഞ്ഞത് ഓർക്കുന്നില്ല സേറാ? സ്നേഹം ചിലപ്പോൾ നമ്മളെ ശത്രുക്കളാക്കുന്നു. എന്നാലേ നിനക്ക് തെറ്റി. എനിക്കങ്ങനെ നിന്നോട് ദേഷ്യം പണക്കൊന്നുമില്ല കേട്ടോ. വീണ്ടും നമ്മൾ കാണും, മിണ്ടും ചിരിക്കും, കെട്ടിപ്പിടിക്കും, ഒരു നല്ല സുഹൃത്തിനെ പോലെ. എനിക്കങ്ങനെ എല്ലാവരെ പോലും പിണങ്ങി പിരിഞ്ഞിരിക്കാൻ മനസ്സില്ലെന്ന് കൂട്ടിക്കോ. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ മനസ്സെന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെയല്ല കേട്ടോ, ഉഴുതുമറിച്ച പാടം പോലെ. ആ ഇനി വേണം അവിടെ ഒരുപാട് പ്രണയത്തിൻ്റെ വിത്തുകൾ പാം. നിൻ്റെയൊക്കെ അവസരം ഇതോടെ തീർന്നു മോളെ. ആ അത് കാണാനേ മിന്നുകെട്ടിന് പള്ളിയിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പൊ നീ ഓക്കെ അല്ലേ സാറാ? ഞാനും ഓക്കെ. ബൈ. പല വഴിയൊഴുകിയ ഇലകളും ഒരു ദിശയാൽ ഒരു പുഴയിൽ വന്നു പതിഞ്ഞു. ഒരു വിധം അതിലൊരു തുഴയുടെ ചുഴലിയിൽ വേർപിരിയുന്നു, പോയി മറയുന്നു. ഇനിയൊരു പുതുജീവിതം ഉണരുന്നു ഉടയോൻ വിധി പോലെ. ഇനി ഇവർ തുടരും ഈ കഥയുടെ ചുരുളുകൾ പുതുജീവിതമേകും. പല വഴിയൊഴുകിയ ഇലകളും ഒരു ദിശയാൽ ഒരു പുഴയിൽ വന്നു പതിഞ്ഞു. ഒരു വിധം അതിലൊരു തുഴയുടെ ചുഴലിയിൽ വേർപിരിയുന്നു, പോയി മറയുന്നു. ഇനിയൊരു പുതുജീവിതം ഉണരുന്നു ഉടയോൻ വിധി പോലെ. ഇനി ഇവർ തുടരും ഈ കഥയുടെ ചുരുളുകൾ പുതുജീവിതമേകും. ആരോ പറഞ്ഞ പോലെ പിന്നിട്ട വഴികളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ചകളും അനുഭവിച്ച നിമിഷങ്ങളും എത്രയേറെ മനോഹരമായിരുന്നെന്ന് ഞാനിപ്പോൾ അറിയുന്നു. സേറ, ഇന്ന് നീ എന്നിൽ നിന്ന് മുഴുവനായി അകന്നു പോയെങ്കിലും നിന്റെ ഓർമ്മകളോ സാമീപ്യമോ ഇനി എന്നെ വേദനിപ്പിക്കില്ല. പകരം നല്ലൊരു കാലത്തെ പ്രണയങ്ങളിലേക്ക് അത് ഞാൻ ചേർത്ത് വയ്ക്കും. കലർപ്പില്ലാതെ നീ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, അതിലേറെ ഞാനും. ഒരുപാടങ്ങ് സ്നേഹിച്ച ഒരു പ്രശ്നമുണ്ടിടും. നഷ്ടപ്പെടുമെന്ന തോന്നൽ അത് വല്ലാതെ അങ്ങ് നമ്മളെ വീർപ്പുമുട്ടിക്കും. ഒടുക്കം പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുകയും ചെയ്യും. അതെവിടെയും സംഭവിച്ചോളൂ. ഒരു കണക്കിന് ഏറ്റവും മനോഹരമായതിലേക്ക് എത്തിച്ചേരാൻ വിധിക്ക് വഴിമാറി കൊടുത്തു എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? നീ നിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകും. നിറമുള്ള കാഴ്ചകളും ഒരുപാട് നവ്യാനുഭവങ്ങളും പ്രകൃതി നിനക്ക് സമ്മാനിക്കട്ടെ.